ഗൈസ് വെൽക്കം ടു പുതിയൊരു വീഡിയോ. ഇന്ന് വേറെ വലിയ പരിപാടിയൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഗൗതം ഒന്ന് ബാംഗ്ലൂരിലോട്ട് പോകണം. അതുകൊണ്ട് അവൻ പെട്ടെന്ന് വിളിച്ചിട്ട് നമുക്കൊരു ഫോൾസിൽ പോകാം, പോയിട്ട് ഞാൻ വൈകിട്ട് ബസ്സിൽ ബാംഗ്ലൂരിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അവൻ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു പ്ലാനിട്ട് നമ്മൾ ആ ഫോൾസിലോട്ട് പോകാൻ പോകണം. ഫോൾസിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പം ഏതൊരു ഫോൾസ് എന്ന് പറഞ്ഞ് നമ്മൾ പോകാൻ പോകുന്നു. എന്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് ഇത് വ്ളോഗാക്കി വരണതായിരിക്കും. അപ്പം പോയി ഞാൻ റെഡിയൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു തരാം. ടവറുമില്ല, പെട്ടെന്ന് ഫോൺ പോലും വിളിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് വന്ന് ഇവിടെ ഒരു ടവർ ടവർ പോലും ഒരേ ഒരു ബസ് റോഡ് കിടപ്പുണ്ട്. പക്ഷെ ഇത് എവിടെ പോകുന്ന ഒരു പിടുത്തമില്ല. ഒരു പിടുത്തമില്ല. ടവറില്ല, മാപ്പില്ല. ഒരു 2 കിലോമീറ്റർ ആയി അകത്തോട്ട് വന്നിട്ട് ഒരാളെ കണ്ടില്ല ഇതിന് ശേഷം. അത് അതിന് മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു, ആളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പറഞ്ഞ വഴിയിൽ 1-2 പേര് കാണുന്നുണ്ട്. എല്ലാവരും ഒരുമാതിരിയുള്ള രീതിയിലാണ് നോക്കിയിട്ടുള്ളത്. വേറെ എല്ലാവരും നമ്മളെന്തോ പോലെ ആൾക്കാർ കാണുക. അവർ നോക്കണത് കാണുമ്പോൾ തന്നെ പേടി. അങ്ങനത്തെ ഒരു സ്ഥലമാണ്, ഫുള്ള് കാടും. അത് ഇപ്പോഴെന്നെ കാടൊക്കെ കുറഞ്ഞു. അയ്യോ, കാടൊക്കെ കുറഞ്ഞു. ഇപ്പം കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു വീട് ഇവരൊക്കെ നമ്മളൊക്കെ പണ്ട് ജീവിച്ച ഒരു ജീവിതമാണ് ഇവരൊക്കെ ഇപ്പൊ ജീവിക്കുന്നത്. ടവറില്ല, എന്ത് ജാളി ലൈഫായിരിക്കും ഇവരൊക്കെ. ടവറില്ല, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വല്ല വീട് വാങ്ങി വയ്ക്കണം. ടവറില്ല, ഫോൺ യൂസ് ചെയ്യേണ്ട, ഒരു കോള് വരത്തില്ല. പക്ഷെ ഇവയെല്ലാം പറയാം. അകത്ത് വീട്ടിനകത്ത് പാമ്പ് വന്ന് നിൽക്കുമ്പോൾ മനസ്സിലായിക്കോളാം ഇവിടെ വന്ന് താമസിക്കുന്നത്. അത് സത്യമാണ്. എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. ശരിയെന്നാ, അവിടെ എത്തിയാൽ അടുത്ത കാണിക്കാം ഗൈസ്. അങ്ങനെ എവിടെയോ നിൽക്കണം, ഒരു പക്കാ കാട്. ചെയ്യണമെന്ന് പറഞ്ഞോ, തിരിച്ചു പോകണോ, ഇവിടെ കണ്ടിട്ട് പോകണോ, ഒരു പിടിയുമില്ല. എന്ത് ചെയ്യാം പോവാനാ ഉണ്ട്. മാത്രല്ലടി അവിടെ വണ്ടി പോയ അടയാളം ഉണ്ട് അവിടെ. ഇത് വണ്ടി പോകും എന്താ അറിഞ്ഞൂടാ. അത് മാത്രം വേറൊരു പ്രശ്നം എന്താ, ഫാൾസ് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ഈ റോഡ് എവിടെ പോകുന്ന അറിഞ്ഞൂടാ. നമുക്ക് മാപ്പ് നോക്കാം. 1% നെറ്റ് പോലും ഇല്ല. ശരിയെന്നാ ഗൈസ്, അവിടെ എത്തിയിട്ട് പോകാം. ഒരു റോഡില്ലടാ, കാണിച്ചോട്. അതിൻ്റെ അപ്പുറം റോഡില്ല ഗൈസ്. ഒരു 6 കടന്നു പോയാണ്. എവിടെ പോയി ഇങ്ങോട്ട് ഇനി പോണോ? തിരിച്ചു പോയാലോ? റോഡില്ലടാ അവിടെ. വേണ്ട, തിരിച്ചു പോവാം. ിരിക്കുകയാണ്. മാപ്പിട്ട് നോക്കാനും വഴിയില്ല, ഒന്നിനും വഴിയില്ല. ആൾക്കാരെ കണ്ട് എത്ര കിലോമീറ്റർ മുമ്പെയാണ്. ഇവിടെയൊക്കെ വീണ് നടന്നാൽ പോലും ആരും അറിയില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകണം ഗൈസ്. അത് മഴയും തീർന്നു. ഓക്കെ ബൈ. പുതിയൊരു വ്ളോഗായിട്ട് രണ്ടാമത് കാണാം. ബൈ. ഓക്കെ ഗൈസ്. അങ്ങനെ ഇവൻ അവിടെ പറ്റൂല, അവിടെ കയറ്റാത്തതുകൊണ്ട് ഇപ്പം വേറെ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കണേ. ഇവൻ സ്പോട്ട് എവിടെ നിന്നാണ് ഈ സ്പോട്ടൊക്കെ ഇവൻ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞോടാ. പെട്ടെന്ന് ഏതോ ഒരു മലയുടെ നടുക്ക് എന്തോ കുളിക്കണ എന്തോ സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നിരിക്കണം. 10 എത്രയോ കിലോമീറ്ററിൻ്റെ അപ്പുറത്തൊക്കെ നമ്മളെ കൊണ്ടുവന്ന് എവിടെയെങ്കിലൊക്കെ പോയിട്ട് തന്നെ കാണിച്ചു തന്നാ പോരടേ. അങ്ങനെയാന്ന് പറഞ്ഞിട്ട് വരണ വഴിയിൽ ഒരുപാട് സ്ഥലം ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫോണിൽ സ്റ്റോറേജ് ഇല്ല, അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. സ്ഥലല്ലേ മെയിൻ സ്പോട്ട് കാണിച്ചു കൊടുക്കും. ഇവിടെ എന്നാ മതി. ഇതല്ല വാ. മെയിൻ സ്പോട്ടിൽ നടക്കണമെന്ന് ഗൈസ്. നടന്നിട്ട് ഞാൻ വരാം ഗൈസ്. നമ്മളങ്ങനെ വന്ന് എത്തി. ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കണം ലൊക്കേറ്റർ. ഇത് ഇവിടെയൊക്കെ എത്തി. നമ്മളിത് നടന്നുകൊണ്ടിരിക്കണം. നല്ല ആഴമുള്ള സ്ഥലമാണ് കേട്ടോ ഗൈസ്. നല്ല ആഴമുണ്ട്. നീന്താറെങ്കിൽ മാത്രം ചേർന്ന്. എനിക്ക് നീന്താറിനൂടെ. ഗൗതമേ, അങ്ങനെ ചാടണുണ്ടോ? നീ ചാട്, ഞാൻ വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ അങ്ങ് ചാടി മറിച്ചാണ് അല്ലേ? ഞാൻ കാണിച്ചു അടുത്ത. ഓ, നീയാ പോണ ബ്രോ? നീയാ ഇന്ന് രാത്രി കയറി പോണ? ഞാനല്ല. ഞാൻ ഇവിടൊക്കെ എന്നെ ഉണ്ട് അടുത്ത മാസം വരെ.
ഇതൊരു സ്ഥലമാണോ പക്ഷേ വെള്ളം ആൾക്കാര് നീന്താറിനോട് അതുകൊണ്ട് കരയിൽ നിൽക്കുന്ന ഞാൻ ഗൗതത്തിന് പക്ഷെ നീന്താ അറിയാം കേസിനെ അവൻ ഇറങ്ങണില്ല. ഇത് നടന്ന് അങ്ങ് അറ്റം പോകാൻ പോലെ ഇല്ലേടേ. നമ്മൾ കുറച്ച് പ്രകൃതി ആസ്വദിച്ചിട്ടില്ല ഇല്ലേ ഗൗതമേ? എന്താ പറയുന്നു? സ്ഥലം കാണണ്ട്, റിവ്യൂ, സ്ഥലത്തിന്റെ റിവ്യൂ. സ്ഥലം അടിപൊളി, വ്യൂ അടിപൊളി. പിന്നെ വെള്ളമൊന്നും കാണാത്തവന്മാർക്ക് ഇതൊക്കെ ഭയങ്കരമായി തോന്നും. നമ്മളെപ്പോഴും കണ്ട് കിടക്കണം നമുക്ക് വലിയ ഇതൊന്നും തോന്നണില്ല. പക്ഷെ വ്യൂ കൊള്ളാം, അടിപൊളി. വേറൊന്നുമില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിലേ പറഞ്ഞില്ലേ ഗൈസ്, കന്യാകുമാരി എന്ന് പറയുന്ന പ്രകൃതി നിറഞ്ഞ സ്ഥലമാണ് ഇല്ലേ ഗൗതമ? അത് പലർക്കും അറിഞ്ഞുകൂടാ. പലർക്കും എന്തെന്നാ, അതായത് ബാർഡർ കറക്റ്റ് കേരളത്തിൻ്റെ ബാർഡർ പറഞ്ഞാൽ അതുവരെ പച്ചയും ഇപ്പുറത്ത് വന്നാൽ അങ്ങ് ഡ്രൈ ലാൻഡ് എന്നാണ് വിചാരം. പക്ഷെ വന്ന് നോക്കിയാലേ മനസ്സിലാവും ഇവിടെ ഇല്ലാത്ത, പ്രകൃതിയിൽ ഇല്ലാത്ത സാധനങ്ങളെ ഇല്ല സത്യം പറഞ്ഞാൽ. ബോർഡ് മാത്രം തമിഴ് കാണുന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം കേരള പോലെ തന്നെ ഇരിക്കും കാണാനും. സെയിം വന്ന ഇതേപോലെ പച്ചപ്പും ഹരിതാപവും. എന്തൊക്കെയൊക്കെ എല്ലാം കാണാം നമുക്ക്. മല, കുളം, ആറ്, പിന്നെ കടല് ഇഷ്ടത്തിന് കടലുണ്ട്. എല്ലാം നമുക്ക് കാണാം. ഇനി നമ്മള് കടൽ വേണോ, കടലുകളുണ്ട്. മല വേണോ, മലകളുണ്ട്. കുളിക്കണോ, എവിടെ വേണം കുളിക്കണം. സ്പോട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്. അരുവിയാണോ, അരുവിയുണ്ട്. ഇഷ്ടത്തിന് സ്പോട്ടുണ്ട്. ഇന്ന് ഒരു സ്പോട്ട് മിസ്സായപ്പോൾ അടുത്ത സ്പോട്ട് ഓൺ ദ സ്പോട്ട് നമ്മളെ കൊണ്ടുവന്ന് പോളിച്ചി. ഒരു സ്പോട്ട് മിസ്സായി, അടുത്ത സ്പോട്ട് അവൻ കറക്റ്റ് കൊണ്ടുവന്നു. പക്ഷെ ഈ സ്പോട്ടൊക്കെ നീ എങ്ങനെയാ കണ്ടുപിടിക്കണേ? എല്ലാ സ്പോട്ടും എല്ലാം വഴിയും ഇവനെ അറിയാം. വഴി പോലും കാണാൻ പാടോ എല്ലാം. അതുകൊണ്ട് ഗൂഗിൾ മാപ്പിന്റെ ആവശ്യം പോലും ഇല്ല ഗൗതത്തിന്. ഇല്ലേ ഗൗതമേ? ശരി ഗൈസ്, ഇനി നമ്മളിനി വീട്ടിലോട്ട് ഇനി തിരിച്ച് വീട്ടിൽ പോയിട്ട് കാണാം ഗൈസ്. വേറെ ഒരിടം പോകണല്ലോ. എനിക്ക് പോകണ്ട. അയ്യോ, അത് നിന്റെ ഇഷ്ടം. ഇവ ഇന്ന് 7 മണി ബസ്സിൽ ബാംഗ്ലൂരിൽ പോകുന്നു ഗൈസ്. കൊച്ചി പോണു ഗൈസ്. അതുകൊണ്ട് കൊച്ചി അല്ലെങ്കിൽ കോഴിക്കോട്. അതുകൊണ്ട് എല്ലാവരും ബൈ ഗൈസ്. അങ്ങനെ പുറത്ത് ഭയങ്കര മഴ. ഇത് അനിയത്തിയൊക്കെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് മഴയ്ക്ക് മുമ്പേ വീട്ടിൽ എത്തി. ഇരിപ്പുണ്ട്. ഗൗതം എന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാണ്. ഒരു സ്പോട്ട് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സ്പോട്ടിലോട്ട്. ഇവൻ ഈ വഴിയൊക്കെ എങ്ങനെ അറിയാമെന്ന് എനിക്ക് ഒരു പിടിയില്ല. അത്രയ്ക്ക് ക്ലിയറായിട്ട് വഴിയും അറിയാം, സ്പോട്ടും അറിയാം, എല്ലാം അറിയാം. കിട്ടില്ല മനുഷ്യനാണ്. അതുകൊണ്ട് അവൻ മൈ ബോയ്. അവനാണെങ്കിൽ എന്നെ എല്ലാ സ്ഥലത്തേക്ക് കൊണ്ടുപോയി എല്ലാം കറക്കി ഇവിടെ എത്തി. തിരിച്ച് ഞാനെത്തി വിളിച്ച് വന്നിട്ട് ഇവിടെ ഇരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ഗൈസ്.